കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിൻ്റെയും നിധിയുടെയും കൂടെ ഫോട്ടോ എടുക്കാനായി സുഭാഷും ഹരീഷും നികേഷും എല്ലാം സ്റ്റേജിലേക്ക് കയറുമ്പോഴേക്കും നിർത്ത് പറഞ്ഞ് സദസ്സിൽ നിന്ന് അവരുടെ അച്ഛൻ ഭാസ്കരനും അങ്ങോട്ട് വരുന്നുണ്ട്. കാരണവർ എൽഡസ്റ്റ് മാൻ ഇൻ ദ ഹൗസ് ഇല്ലാതെ എന്ത് ഫാമിലി ഫോട്ടോയാടാ, നീയൊക്കെ ഇത് എവിടുത്തെ ഫോട്ടോഗ്രാഫറാടാ? ഫോട്ടോഗ്രാഫറോടായി ചോദിച്ചോണ്ട് അവരുടെ കൂടെ ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ഭാസ്കരനും ഹരീഷും അവിടെ നിറങ്ങി പോകുമ്പോഴേക്കും സുനന്ദ അങ്ങോട്ട് വന്ന് അതേ ഒരു ഫോട്ടോ കൂടി എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അവൾ നികേഷിനെ നിധിയുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവളുടെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാനായി പറയുന്നുണ്ട്. പിന്നീട് അവൾ സുഭാഷിനെ മാറ്റി നിർത്തി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ കൂടി എന്ന് ഫോട്ടോഗ്രാഫറോടായി പറയുമ്പോഴേക്കും എന്തിനാ ഇത്, വെറുതെ ഇനി തല്ല് വാങ്ങാൻ നിൽക്കണ്ടെന്ന് സുഭാഷ് അവളോടായി പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം വന്നതിനെ ഞാൻ കുറെ വാങ്ങിച്ചു കഴിഞ്ഞു. സുഭാഷ് ഏട്ടനൊന്ന് പോസ്റ്റ് ചെയ്തേ, ഇപ്പോഴേ ഇതൊക്കെ നടക്കൂ, എല്ലാ ആഗ്രഹങ്ങളും നടക്കണ്ടേ എന്ന് സുഭാഷിനോടായി പറഞ്ഞ് ഫോട്ടോഗ്രാഫറോടായി വേഗം ഫോട്ടോ എടുക്കാനായി പറയുന്നുണ്ട് സുനന്ദ. ഈ ഫോട്ടോയുടെ കോപ്പി എനിക്കൂടി തരണേ എന്ന് ഫോട്ടോഗ്രാഫറോടായി പറഞ്ഞ് ഞാൻ പോട്ടെ എന്ന് സുഭാഷിനോടായി പറയുമ്പോഴേക്കും ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് സുഭാഷ് സുനന്ദയെ ഫുഡ് കഴിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് ഫുഡ് വിളമ്പി കൊടുത്തോണ്ട് കഴിക്ക്, അല്ല വീട്ടിലേക്ക് കൊണ്ടുപോവാൻ മറക്കണ്ടെന്ന് അവളോട് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗാധരനെ സുനന്ദ കാണുന്നത്. അവൾ സുഭാഷിനെ വിളിച്ച് സുഭാഷേട്ടാ എന്നോട് ഇങ്ങോട്ട് കടന്നു പോകരുതെന്ന് പറഞ്ഞിട്ടേ ഗംഗാധരൻ മാമൻ ഇരുന്ന് കുടിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് അവൻ ആ കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുഭാഷും അവിടുന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും എന്നാ ഇനി ഭക്ഷണം കഴിച്ചാലോ എന്ന് നികേഷ് അവരോടായി ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടാന്ന് നിധിയോ, അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റൂ നികേഷ് അവളോടായി പറയുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും നിധിയോടായി കുറച്ച് കഴിക്കാം വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. അല്ല ഇത്രയൊക്കെ ആയില്ലേ, ഇനി പട്ടിണി കിടക്കണോ, ത്തോടെ എല്ലാം തീരൂലേ പ്ലീസ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഏട്ടത്തിന്ന് നികേഷ് വിളിക്കുന്നുണ്ട്. എന്നെ തന്നെ ടെൻഷനോടെ നോക്കി നിൽക്കണ സുഭാഷിനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് നിധിയും അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാനായി ചെല്ലുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും കൂടെ തന്നെ നികേഷും ഹരീഷും ഇരിക്കുന്നുണ്ട്. സുഭാഷ് ഫുഡ് വിളമ്പാനായി വരുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ അവനെ തന്നെ ഒരു നിമിഷം നോക്കിയിരിക്കുന്നുണ്ട്. എല്ലാം സുഭാഷ് വിളമ്പിക്കൊടുത്ത് കഴിയുമ്പോഴേക്കും ചേട്ടനും ഇരിക്കെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇരുന്നോളാം, നിങ്ങൾ കഴിക്കെന്ന് സുഭാഷ് പറയുമ്പോ ചേട്ടൻ ഇരിക്കെ ഞാൻ വിളമ്പാമെന്ന് സുഭാഷിന്റെ പണിക്കാരനായ ബംഗാളിയും പറയുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഫുഡ് കഴിക്കാതെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയോടായി കഴിക്കെന്ന് സുധീഷ് നിർബന്ധിക്കുന്നുണ്ട്. നിധി കഴിക്കാതെ ടെൻഷനോടെ സുഭാഷിനെ നോക്കി നിൽക്കുമ്പോഴേക്കും അവനും ആകെ ടെൻഷനോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. പിന്നീട് അതിഥികളെല്ലാം പോയി കഴിഞ്ഞ് സുഭാഷ് മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും ചന്തവും പണിക്കാരനായ ബംഗാളിയും സുഭാഷിനോട് യാത്ര പറഞ്ഞ് അവിടെ നിറങ്ങുന്നുണ്ട്. പിന്നീട് ഉമ്മറത്തിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് സുധീഷ് എത്തുന്നുണ്ട്. താലിയും മാലയും ഒക്കെയായി കല്യാണം അങ്ങ് കളറാക്കിയല്ലേ, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ തോന്നിയച്ചാ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നീ എന്നെ പറ്റി പിന്നെ എന്താ വിചാരിച്ചത്, നിങ്ങൾക്ക് എന്നെ കണ്ടുകൂടായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഓ അങ്ങനെ കൂടുതൽ പൊക്കി അടിക്കൊന്നും വേണ്ട, ഇന്നുവരെ ഒരു നല്ല കാര്യവും ഈ വീടിനു വേണ്ടി അച്ഛൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇന്ന് എല്ലാത്തിനും കൂടി ഒരുമിച്ച് പകരം വീട്ടി അത് ഞാൻ സമ്മതിച്ചു. പെട്ടെന്ന് താലിമാല എടുത്തു നീട്ടി കെട്ടടാന്നങ്ങ് പറഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയെന്നേ, ശരിക്കും ഒരു സിനിമാറ്റിക് പെർഫോമൻസ്, ഞാൻ എന്ത് ഹാപ്പിയായിന്നറിയോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞോണ്ട് അത് പോട്ടെ അതിനൊക്കെ കുറെ കാശായി കാണുമല്ലോ, അതെവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പുതിയത് വാങ്ങുവാണെങ്കിലല്ലേ കാശ് വേണ്ടോ, അത് പുതിയതല്ല എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സുധീഷും അമ്പരപ്പോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ദൈവമേ അപ്പൊ പുതിയതല്ലേ, യോ ദൈവമേ ആരുടെയെങ്കിലും കഴുത്തിന്ന് പൊട്ടിച്ചെടുത്തതാണോ, ഓ രാത്രി തന്നെ പോലീസ് എത്തുമോ ഇനി, ദേ ഇതിപ്പോ കട്ട മുതൽ ഉപയോഗിച്ചതിന് അവളും കൂടി അകത്താവുമല്ലോ, ഈശ്വരാ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചതെന്ന് സുധീഷ് പറയുമ്പോ നിർത്തടാ, കാര്യം നിന്റെ തന്തയാണെങ്കിലും നിന്റെ മുഖത്തുള്ള കള്ളലക്ഷണം എന്റെ മുഖത്തുണ്ടോ, ഈ പന്തലും വരവേൽപ്പും മാലയും എല്ലാം നിനക്ക് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടാ അതോർത്തോ എന്നച്ഛൻ പറയുമ്പോഴേക്കും പിന്നെ താലിയും മാലയും ഒക്കെ എങ്ങനെ കിട്ടി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് നിന്റെ അമ്മയുടെ താലിമലയാ, അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചതാ, ഈ വീട്ടിൽ ആദ്യം വന്നു കയറുന്ന പെൺകുട്ടിക്ക് അത് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കുട്ടികൾക്ക് സുധീഷും ചിരിയോടെ ആ കസേരയിലേക്ക് ഇരിക്കുമ്പോഴാണ് ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ അവൻ കാണുന്നത്. സുഭാഷിന്റെ മനസ്സിലേക്ക് നിധിയെക്കുറിച്ച് സുധീഷ് അന്ന് രാത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ ഇഷ്ടമായി മാറി, ഇഷ്ടം പിന്നെ പ്രണയമായി മാറി. പെട്ടെന്നൊരു ദിവസം രാത്രി അവൾ പറയാ നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ സുധീഷ് പറഞ്ഞതോർത്ത് സുഭാഷ് ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുന്നത് കണ്ട്
നോട്ട് അത്ര പന്തിയല്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഹലോ സാർ, പറഞ്ഞോളൂ സാർ. നാളെ രാവിലെയോ 9 മണിക്ക്? ഓ ശരി സാർ, വരാം എന്ന് മൊബൈലിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് സുധീഷും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. സുഭാഷിന്റെ മനസ്സിലേക്ക് അപ്പോഴേക്കും നിധി പറഞ്ഞ വാക്കുകളും ഓടിയെത്തുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, പ്ലീസ് എന്ന് കരച്ചിലോടെ നിധി കൈകൂപ്പി പറയുന്നതൊക്കെ സുഭാഷിനും ടെൻഷൻ ആവുന്നുണ്ട്. ടെൻഷനോടെ നിധി അകത്തെ കട്ടിലിരിക്കുമ്പോഴാണ് അതെ അകത്തോട്ട് വന്നോട്ടെ എന്ന് സുധീഷ് പുറത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്നത്. നിധി മറുപടിയൊന്നും പറയാതെ ഇരിക്കുമ്പോഴേക്കും സുധീഷും ഡോർ തുറന്ന് അകത്തേക്ക് എത്തുന്നുണ്ട്. ടെൻഷനോടെ ഇരിക്കണ നിധിയുടെ അടുത്തേക്ക് അവൻ ചെന്ന് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ദൈവമേ എന്ന് മനസ്സിൽ ചിന്തിച്ച് ഇന്ന് എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് നന്ദിയുണ്ട് കേട്ടോ. ഇയാള് ആ സമയത്ത് അവിടെ അങ്ങനെ വന്നു നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നല്ലോ, അതെന്റെ ഭാഗ്യം. അല്ല, ഈ ഭാഗ്യമെന്ന് പറഞ്ഞ എന്റെ വീട്ടുകാരുടെ ഭാഗ്യം. ഒരു വലിയ മാനക്കേടിന്ന് അവര് രക്ഷപ്പെട്ടില്ലേ. അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എത്ര പറഞ്ഞാലും മതിയാവേമില്ല. അച്ഛൻ താലിയൊക്കെ കൊണ്ടുവന്ന് കെട്ടാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നൊക്കെ സുധീഷ് പറയുമ്പോഴേക്കും അഭിനയിക്കാൻ തീരുമാനിച്ചതല്ലേ, അപ്പോ മുഴുവനായിട്ട് അഭിനയിക്കണമല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. നിനക്കിത് അഭിനയമായിരിക്കാം, പക്ഷേ എനിക്കിത് സത്യമായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണ് നടന്നത്, എന്റെ കല്യാണം എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് മനസ്സിലായി. പക്ഷേ ഇതൊന്നും താൻ പ്രതീക്ഷിച്ചതല്ലോ. ഈ സ്റ്റേജിൽ വെച്ച് അച്ഛൻ താലിയെടുത്തു നീട്ടിയപ്പോ ഒരു നിമിഷം ഞാനും അങ്ങ് പതറിപ്പോയേ. നിധി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നായിരുന്നു എന്റെ പേടി. പക്ഷേ ആ സമയത്തും ഇയാളെ ക്ഷമയോടെ അത് അഡ്ജസ്റ്റ് ചെയ്തു. താങ്ക് യു നിധി, താങ്ക് യു വെരി മച്ച് എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി ഒന്നും മിണ്ടാതെ ഒരു ഇരിപ്പ് തന്നെയാ. ഒരു റിയാക്ഷനും ഇല്ലല്ലോ ദൈവമേ, ലൈൻ പിടിച്ചാലോ, എന്താണ് മനസ്സിലെന്ന് അറിയണമല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് അല്ല, ഞാൻ ഇയാൾക്ക് ചെയ്ത സഹായങ്ങൾക്ക് ഇയാൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. ഇയാളുടെ അച്ഛൻ, ബ്രദർ, പിന്നെ ആ കങ്കാരു എല്ലാരും കൂടി വളഞ്ഞു നിന്നല്ലേ എന്നെ അടിച്ചത്. ഇത്രയെങ്കിലും താൻ തിരിച്ചു ചെയ്തില്ലെങ്കിൽ അത് തനിക്ക് തന്നെ ഒരു വിഷമമായി മാറിയനെ അല്ലേ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി അതേ ഇരിപ്പ് തന്നെ ഇരിക്കുന്ന കണ്ട് ഷോ അതും കൊത്തിയില്ല. ഇനി നിന്നാ ചിലപ്പോ അലമ്പാവും, അതുകൊണ്ട് പോകുന്നതാ നല്ലത് എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് ഇയാൾ ശരിക്കും ടയേർഡാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കിടന്നങ്ങ് ഉറങ്ങിക്കോ, ഞാൻ നാളെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ ഒരുങ്ങി വീണ്ടും തിരിച്ചു വന്ന് എന്തെങ്കിലും വേണോ, വെള്ളം എടുത്തു തരണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ടെന്നവൾ തലയാട്ടുന്നുണ്ട്. അത് കാണേ സുധീഷും പോവാൻ തുടങ്ങുമ്പോഴേക്കും നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോവും, ഏതെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കാം, ഇത്രയും സഹായിച്ചതല്ലേ, ഇതിനും കൂടി ഒന്ന് സഹായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നശിക്കാനായിട്ട് അവസാനം ഹോസ്റ്റൽ മാറ്ററിൽ തന്നെ എത്തുമല്ലോ ദൈവമേ എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് ശരി റെസ്റ്റ് എടുത്തോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സുധീഷും റൂമിൽ ഇറങ്ങി പോകുന്നുണ്ട്. അവൻ റൂമിൽ നിന്നിറങ്ങി ഡോറടച്ച് തിരിയുമ്പോഴാണ് ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണുന്നത്. പരിഭ്രമത്തോടെ അവൻ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴേക്കും ഡാ ഇങ്ങു വന്നേ, വാടാ എന്ന് സുഭാഷ് വിളിക്കുമ്പോഴേക്കും വരാം എന്ന് സുധീഷും പറയുന്നുണ്ട്. ഉള്ളിലേക്ക് വായെന്ന് പറഞ്ഞ് സുഭാഷ് ആ റൂമിലേക്ക് വിളിക്കുമ്പോഴേക്കും സുധീഷും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുഭാഷും റൂമിലേക്ക് കയറി ആ ഡോർ കുറ്റിയിടുമ്പോഴേക്കും സുധീഷും ഉറക്കം അഭിനയിച്ചോണ്ട് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. സുഭാഷേട്ടാ നല്ല ടയേർഡായി, ഇപ്പോ അത്യാവശ്യമില്ലെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് തലയിണെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ കുട്ടിയുമായുള്ള കല്യാണത്തെ പറ്റി നീ എന്താ പറഞ്ഞത് എന്ന് സുഭാഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഞാനും അവളും അവളുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് പോയി, അപ്പോ അവൾക്കൊരു പ്രശ്നം വന്നപ്പോ അവള് എന്റെ അടുത്ത് സഹായം ചോദിച്ചു എന്നൊക്കെ സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവന്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മിണ്ടി പോകരുത്, നീ മിണ്ടി പോകരുത്, അവളായിരുന്നു നിന്നെ പ്രപ്പോസ് ചെയ്തത്, അവൾക്കായിരുന്നു നിന്നോട് പ്രേമം അല്ലേടാ, നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് അവള് വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തെ എതിർത്തത്. സ്റ്റേഷനിൽ വെച്ച് നിന്നെയെ വിവാഹം കഴിക്കുള്ളൂ എന്ന് അവൾ അച്ഛനോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവന്റെ ഷർട്ടിനെ കുത്തിനിട്ട് പിടിച്ചോണ്ട് എല്ലാം പച്ച കള്ളമായിരുന്നു അല്ലേടാ, നുണയ്ക്ക് മേൽ നുണ അല്ലേടാ എന്ന് ചോദിച്ചവനെ തള്ളി മാറ്റുമ്പോഴേക്കും ഞാൻ പിന്നെ എന്ത് വേണം ചേട്ടാ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെട്ടെന്ന് കല്യാണം നടന്നു എന്ന് പറഞ്ഞാ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് വിഷമം തോന്നാൻ പാടില്ലെന്ന് വിചാരിച്ചു എന്ന് സുധീഷ് ന്യായീകരിക്കുമ്പോഴേക്കും ഓഹോ, അപ്പോ ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഈ നുണ പറഞ്ഞത് അല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അതെ ഏട്ടാ ശരിക്കും എന്ന് ടെൻഷൻ അഭിനയിച്ചോണ്ട് സുധീഷ് പറയുമ്പോഴേക്കും എടാ നീയുണ്ടല്ലോ ശരിക്കും ഒരു ഫ്രോഡാ, തനി ഫ്രോഡ്, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്തത്. നീ ആദ്യമേ എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. നീ ആ കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, ഇഷ്ടപ്പെടാത്തൊരു കല്യാണവും കഴിച്ച് നാട്ടുകാരുടെ മുന്നിൽ കല്യാണ പെണ്ണിന്റെ വേഷവും കെട്ടി നിന്ന് വീണ്ടും നിന്റെ കൈകൊണ്ട് തന്നെ താലി കെട്ടിയിരിക്കുന്നു. കഷ്ടം 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 എന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ തലയ്ക്ക് തന്നെ അടിക്കുന്നുണ്ട്. എടാ ആ പാവത്തിനെ നീ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു, നീ നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ. അവസാനം എന്തുണ്ടായി, നാളെ അവൾ അങ്ങ് ഇറങ്ങിപ്പോവും, അതോടെ ഈ കാണിച്ചു കൂട്ടിയത് മുഴുവൻ വെറുതെയാവും. അതൊന്നും നിനക്കറിയണ്ടല്ലോ, എല്ലാം തുലച്ചു
എടാ നാളെ ഈ നാട്ടുകാർ മുഴുവൻ പരിഹസിക്കാൻ തുടങ്ങും, നാണം കെട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും എന്നൊക്കെ സുഭാഷ് പറയുമ്പോ അത് ചേട്ടാ കാര്യങ്ങൾ പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. ഓ ടൈം കിട്ടിയില്ല, സാർ അത്രയ്ക്ക് അങ്ങ് ബിസിയാണല്ലോ. ഡാ എന്താ നടന്നെന്ന് ചോദിച്ചപ്പോ രാത്രി മുഴുവൻ ഒരു വലിയ കഥയുണ്ടാക്കി നീ അങ്ങ് തട്ടിവിട്ടല്ലോ. അതിനൊക്കെ നിനക്ക് സമയം കിട്ടി, പക്ഷേ സത്യം പറയാൻ മാത്രം നിനക്ക് സമയം കിട്ടിയില്ല അല്ലേടാ. ആ കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഇവിടെ വെച്ചും ഇതിനൊക്കെ തയ്യാറായതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി സത്യം പറ, ഇതറിയാതെ സംഭവിച്ചു പോയ കല്യാണമാണോ, അതോ നീ അവളുടെ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണം മുടക്കി മനഃപൂർവ്വം അവളെ ഇങ്ങനെ പെടുത്തിയതാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അയ്യോ ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് സുധീഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. എടാ നിന്നെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാ. എനിക്കറിയാത്തതൊന്നുമല്ലല്ലോ നിന്നെ. ആ കുട്ടിയുടെ രജിസ്റ്റർ മാരേജ് മുടക്കാൻ ഞങ്ങളെ കൊണ്ട് ചെറുക്കനെ തട്ടിക്കൊണ്ടു പോവാൻ പ്ലാൻ ചെയ്ത ബുദ്ധിയല്ലേടാ നിന്റേത്. ഇനി എന്നോട് സത്യം പറ, നീ അവൾക്ക് കിട്ടേണ്ട നല്ല ജീവിതം ഇല്ലാതാക്കി എന്തോ ഫ്രോഡ് പണി ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അയ്യോ ചേട്ടാ അങ്ങനെയൊന്നുമല്ല. സുഭാഷ് ചേട്ടാ സത്യമായിട്ടും അങ്ങനെയല്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ കല്യാണം നടക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. അവൾക്ക് വീട്ടുകാരെ നിശ്ചയിച്ച വിവാഹം ഇഷ്ടമുണ്ടായിരുന്നില്ല, അത് എങ്ങനെയെങ്കിലും പൊളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ചെറുക്കനെ നിങ്ങളും കണ്ടതല്ലേ, അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എങ്ങനെ അംഗീകരിക്കും ചേട്ടാ. നിധിക്കാണെങ്കിൽ അതൊരിക്കലും ഇഷ്ടമായിരുന്നില്ല. ആ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കല്യാണം നടന്നത് ചേട്ടാ. പിന്നെ എനിക്കും നിധിയെ ഇഷ്ടമായിരുന്നു, പക്ഷേ സത്യമായിട്ടും അതിനുവേണ്ടി അവളെ ചതിച്ച് വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലും കല്യാണം നടന്നപ്പോ ഞാൻ ഇത്തിരി സന്തോഷിച്ചു പോയി, അത്രയേ ഉള്ളൂ. സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുഭാഷ് ദേഷ്യത്തോടെ വീണ്ടും അടിക്കാനായി വരുന്നുണ്ട്. നിന്നെ ഞാൻ സന്തോഷിച്ചു അത്രേ. നാളെ കാലത്ത് ആ കുട്ടി അതിന്റെ വഴി നോക്കി പോവും. അപ്പോ നീ എന്തു ചെയ്യും? നീ സത്യം പറഞ്ഞിരുന്നെങ്കിലേ നാട്ടുകാരുടെ മുന്നിലെ നാണക്കേടെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു, പിറ്റേ ദിവസം അവൾ ഓടിപ്പോയെന്ന് ആൾക്കാർ 4 ദിവസം പറഞ്ഞ് പിന്നെ അങ്ങ് നിർത്തിയേനെ. ഇതിപ്പോ എല്ലാവരെയും വിളിച്ച് ഫംഗ്ഷനും നടത്തി താലി കെട്ടി. ഛേ എടാ, നാളെ രാവിലെ ആ കുട്ടി അതിന്റെ പാട് നോക്കി പോയി കഴിഞ്ഞാ ഞാൻ പിന്നെ ആളുകളോട് എന്താടാ പറയേണ്ടത് എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ചേട്ടൻ എന്തിനാ ചേട്ടാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത്? ഏതായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ, അവൾക്കും എന്നെ ഇഷ്ടാവുകയും ചെയ്യും. ഞങ്ങള് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. അങ്ങനെ ഇത്തിരി പോസിറ്റീവായി ചിന്തിച്ചൂടെ എന്ന് സുധീഷ് ചോദിക്കുന്നത് കേൾക്കെ ദേഷ്യത്തോടെ എടാ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും കൈ ഉയർത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടാന്ന് നികേഷിന്റെ വിളി വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ തുറക്കാവോ എന്ന് നികേഷ് വിളിച്ചു ചോദിക്കുമ്പോ പറയല്ലേ പ്ലീസ് എന്ന് സുധീഷും. സുഭാഷ് ഡോർ തുറന്ന് എന്താടാന്ന് ചോദിക്കുമ്പോ നല്ല ഉറക്കം വരുന്നു, കിടന്നാലോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതെ അതെ ഞാനും അത് പറഞ്ഞേയുള്ളൂ, ഞാൻ വരാം എന്ന് പറഞ്ഞ് സുധീഷ് ബെഡ്ഷീറ്റ് എടുത്തു കൊടുത്തോണ്ട് കൊണ്ടുചെന്ന് വിരിക്കെന്ന് പറയുന്നുണ്ട്. നികേഷ് അതുമായി പോകുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന സുഭാഷിനെ നോക്കിക്കൊണ്ട് ശരി എന്നാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവന്റെ മുന്നിലേക്ക് കയറി തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും സുധീഷ് അപ്പുറത്തൂടെ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. ഹരീഷും നികേഷും എല്ലാം തങ്ങളുടെ പാവിരിച്ച് കിടക്കുമ്പോഴേക്കും സുധീഷും അവിടെ പാവിരിക്കുന്നത് സുഭാഷും ദേഷ്യത്തോടെ നോക്കി നിൽപ്പുണ്ട്. അത് കണ്ട് നികേഷും ചോദിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ തന്നെ കിടക്കണോ, അതെന്തു പറ്റി? ഓ ഏട്ടത്തിയുടെ കൂടെ ആ റൂമിൽ കിടക്ക്, ദിസ് ബാച്ചിലേഴ്സ് ഹാൾ, പെണ്ണുകെട്ടിയവർക്ക് ഇവിടെ പ്രവേശനമില്ല പോ എന്നവൻ പറയുന്നത് കേൾക്കെ സുധീഷും സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് അപ്പോഴേക്കും നികേഷേ അവൻ ഇന്ന് ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അതെന്തിനാന്ന് നികേഷും. എടാ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, കിടക്കാൻ നോക്ക് എന്ന് സുഭാഷ് പറയുമ്പോ ഇതെന്താ എല്ലാ ദിവസവും ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. നികേഷേ നീ വർത്താനം പറയാതെ കിടന്നുറങ്ങാൻ നോക്ക്, വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അതെ കിടന്നുറങ്ങാൻ നോക്കടാന്ന് സുധീഷും പറയുന്നുണ്ട്. 3 പേരും കിടക്കുമ്പോഴേക്കും സുധീഷ് പരുങ്ങലോടെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കണ്ട സുധീഷും തിരിഞ്ഞു കിടക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന് വീണ്ടും സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് അവിടെ തന്നെ നിന്ന് നോക്കുന്നത് കണ്ട് പോയില്ലേ എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ് പുതപ്പെടുത്ത് തല വഴി മൂടുന്നുണ്ട് സുധീഷ്. സുഭാഷും ജനലിനടുത്തേക്ക് നടന്നു ചെന്ന് ജനൽ കമ്പിയിൽ പിടിച്ച് ടെൻഷനോടെ എന്തോ ആലോചിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.